വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അത് നിങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ടൊരു സിസ്റ്റം പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ സിസ്റ്റം 4 GB റാം ഉണ്ടാവുള്ളൂ. പക്ഷേ എടുത്ത് നോക്കുമ്പോൾ പക്ക സ്പീഡ്, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം എന്നുവെച്ചാൽ ഓപ്പൺ ആക്കുന്നതെല്ലാം പടന്ന് ഓപ്പൺ ആയി വരുന്നു. അടിപൊളി സിസ്റ്റം. അപ്പോൾ നമ്മളവർക്ക് എന്തിനാണ് വേറെ സിസ്റ്റം എന്താ പോകുന്നത്, വിലക്കുറവുണ്ടല്ലോ, നമുക്ക് ഈ സിസ്റ്റം എടുത്താൽ പോരെ, 4 GB റാം ഉള്ളത് മതി, ഇതൊന്നുമില്ല, ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല, അത് മതി, i3 പ്രൊസസ്സറേ ഉള്ളൂ, റേറ്റ് വളരെ കുറവ്, എന്നാൽ എടുത്തേക്കാം, എന്തിനാ എടുത്തോണ്ട് പോകും. ഒരു 3-4 മാസം കഴിയുമ്പോൾ തൊട്ട് ഇതിരുന്ന് ഇറങ്ങാൻ തുടങ്ങി ഈ സിസ്റ്റം, മനസ്സിലായി? അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തീർന്ന്. എന്നുവെച്ചാൽ ഈ സാധനം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒന്ന് ഓപ്പണായി വരാൻ ഭയങ്കര ലേറ്റ്, അതായത് സിസ്റ്റം ഒന്ന് ഓണായി വരാൻ തന്നെ ഭയങ്കര സമയം എടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അത് എങ്ങനെ നമുക്കതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ്, അതായത് ഈ 13 കാര്യങ്ങൾ ചെയ്താണ് നമ്മളിപ്പോൾ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇത് ടെംപ് ക്ലീനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു പണ്ട് തൊട്ടേ നിലവിലുള്ള ഒരു സമ്പ്രദായമാണ്. നമ്മൾ സ്പീഡ് കുറഞ്ഞുമ്പോഴത്തേക്ക് ടെംപ് ക്ലീൻ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടെംപ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടെംപ് ക്ലീനിങ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാർട്ടിലേക്ക് പോകുന്നു. സ്റ്റാർട്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്യാം. അതിന് ഷിഫ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്യുന്ന പെർസെൻറ്റേജ്, ദെൻ ടെംപ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൾഡർ ചെല്ലും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാകും. സോ നിങ്ങളിത് കൊടുത്ത് നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഡു ദിസ് ഓൾ ഫോർ കറണ്ട് ഐറ്റംസ് ഇട്ടിട്ട് സ്കിപ്പ് അടിച്ച് വിട്ടാൽ മതി. ഫുള്ള് ഡിലീറ്റ് ആയി പോകും. നിങ്ങൾ വേറെ ഒന്നും നോക്കാനേ നിൽക്കണ്ട. ദെൻ ബാക്ക് വരിക. അടുത്ത് പറഞ്ഞാൽ ക്ലീൻ യുവർ ഡെസ്ക്ടോപ്പ്. ക്ലീൻ യുവർ ഡെസ്ക്ടോപ്പ് മീൻസ് നമ്മൾ ഈ സൈഡിലേക്ക് മൗസ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് കീ പ്ലസ് ഡി അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് കിട്ടും. ഓക്കെ, ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ ഷോർട്ട് കട്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൾഡറിലേക്ക് മാറ്റുക. വെറുതെ ഡെസ്ക്ടോപ്പിലല്ലാണ്ട് നിരത്തി വലിച്ചിടാതിരിക്കുക. നിരത്തി വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ലിങ്കുകളായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ലിങ്കുകൾ അത്രയും ഡെസ്ക്ടോപ്പിൽ ഓടി ചെയ്യാൻ വേണ്ടി അത്രയും ചിലപ്പോൾ സ്ലോ ആകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഡെസ്ക്ടോപ്പ് ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ദെൻ അടുത്ത് നമുക്ക് നോക്കാം എന്ത് ചെയ്യണം എന്നുള്ളത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് എംപ്റ്റി യുവർ റീസൈക്കിൾ ബിൻ. നമ്മൾ നമ്മുടെ റീസൈക്കിൾ ബിന്ന് ഒന്ന് ക്ലീൻ ചെയ്യുന്നു. സോ ഞാനത് റീസൈക്കിൾ ചെയ്തു. ദെൻ അതിനുശേഷം മൂന്നാമത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് നാലാമതെന്ന് പറയുന്നത് ഡിസ്ക് എറർ ചെക്കിങ്. എങ്ങനെയാണ് ഈ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്ക് എറർ ചെക്കിങ് നടത്തുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗൈസ്, നമ്മുടെ വിൻഡോസ് കീ പ്ലസ് കീ, ദെൻ മൈ കമ്പ്യൂട്ടർ സോൺ. അപ്പോൾ എന്നിട്ട് അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ മൈ കമ്പ്യൂട്ടറിൽ ചെല്ലുക, ദിസ് പി സി എടുക്കുക. ദിസ് പി സിയിൽ അപ്പോൾ നിങ്ങളുടെ എത്ര ഡ്രൈവ് ഉണ്ടെന്ന് കാണിക്കും. സോ ഡ്രൈവിൻ്റെ മേലെ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. ഓക്കെ, ഈ പ്രോപ്പർട്ടീസിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിൽ സെക്യൂരിറ്റി അതൊന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ടൂൾസ് മാത്രം നോക്കുക. ടൂൾസിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, എറർ ചെക്കിങ്ങും പിന്നെ ഒപ്റ്റിമൈസ് ആൻഡ് ഡീഫ്രാഗ്മെൻറ്റേഷൻ ഡ്രൈവ്. ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളുണ്ട്, അതായത് എറർ ചെക്കിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒപ്റ്റിമൈസ് ആൻഡ് ഡീഫ്രാഗ്മെൻറ്റേഷൻ ഡ്രൈവും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ പോകുന്നു, വന്നു എറർ ചെക്ക് ചെയ്യുക. സ്കാൻ ഡ്രൈവ് കൊടുക്കുന്നു. സ്കാൻ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കാനിങ് എന്ന് പറഞ്ഞു വരും. സോ ഗൈസ്, എൻ്റെ ഇപ്പം എറർ ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, യുവർ ഡ്രൈവ് ഹാസ് സക്സസ്ഫുള്ളി സ്കാൻഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. സോ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇത് ഒപ്റ്റിമൈസ് ആൻഡ് ഡീഫ്രാഗ്മെൻറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞത്, അത് ഒപ്റ്റിമൈസ് കൊടുക്കും. ഇത് നമുക്ക് ഷെഡ്യൂൾ ഒപ്റ്റിമൈസേഷൻ ഇടാൻ സാധിക്കും. അത് നമുക്കിവിടെ ചേഞ്ച് സെറ്റിങ്സ് എന്ന് പറഞ്ഞതിൽ വീക്ക്ലിയോ മന്ത്ലിയോ അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എൻ്റെ ഡീഫ്രാഗ്മെൻറ്റേഷൻ്റേത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഡീഫ്രാഗ്മെൻറ്റേഷൻ കഴിഞ്ഞു. ദെൻ ഇത് ക്ലോസ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞാൽ അൺവാണ്ടഡ് ടെംപ് ഫയൽ. നിങ്ങൾ ആദ്യം ഞാനൊരു ടെംപ് ക്ലീനിങ് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഫയൽസിലുള്ളൊരു, അതായത് നമ്മുടെ വിൻഡോസിൻ്റെ കുറച്ച് ഫയൽസിലുള്ള ടെംപ് ഫയൽസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇനിയും നമുക്ക് ടെംപ് ഫയൽ ഇനിയും ഉണ്ട്, ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിൽ നിന്നും സെറ്റിങ്സിൽ നിന്നും സിസ്റ്റത്തിലേക്ക് പോവുക. സിസ്റ്റത്തിനുള്ളിൽ
സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സ്റ്റോറേജിൽ കയറുക. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫയൽസ് ഉള്ളത് എന്നുള്ളതിൻ്റെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മളുടെ സ്റ്റോറേജിൽ പോയാൽ കാണിക്കും. സോ ഗായ്സ്, ഇതാണ് ടെമ്പററി ഫയൽസ് എന്ന് പറയുന്നത്. ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൈസ്, ഞാനതൊക്കെ കളയുകയാണ്. എനിക്ക് ഡൗൺലോഡ്സ് മാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് വേണ്ട. സോ ഞാൻ റിമൂവ് ചെയ്യുന്നു. സോ അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസും കളഞ്ഞു. സോ നമ്മളതെല്ലാം റെഡിലാക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്തത് ചേഞ്ച് അൺവാണ്ടഡ് പേഴ്സണലൈസേഷൻ സെറ്റിങ്സ്. അതെന്താണെന്ന് നോക്കാം. സോ ഗൈസ്, നമുക്ക് നോക്കാം. കളേഴ്സിൽ പോവുക. കളേഴ്സിൽ പോയി കഴിയുമ്പോൾ അതിനകത്തിൽ ട്രാൻസ്പെറൻസി എഫക്ട്സ് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. ട്രാൻസ്പെറൻസി എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെനു ഒക്കെ എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് എടുത്തു കഴിയുമ്പോൾ ബാക്കിലത്തെ നിങ്ങളുടെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പോ സ്ക്രീനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ബ്ലർ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ട്രാൻസ്പെറൻസി എഫക്ട്സ്. പിന്നെ അതിനുശേഷം നിങ്ങൾ തീംസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാക്കാൻ ഓപ്ഷൻ ഉണ്ട്. തീംസിൽ പോയിട്ട് HD ആയിട്ടുള്ള ഇമേജ് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ എന്താ പറയുക തീമിൽ ഇടാതിരിക്കുക. അത് ലോഡ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. സോ നിങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും വിൻഡോസിന് തന്നെ ഡിഫോൾട്ടായിട്ടുള്ള ഏതെങ്കിലും ഈ ഒന്നുണ്ട് ഇത് ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ഇടുക. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത HD വാൾപേപ്പർ ഒന്നും വലിച്ചു വാരി ഇടാതിരിക്കുക. ഓക്കെ. സോ ഗൈസ്, അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറയുന്നത് ടേൺ ഓഫ് അൺവാണ്ടഡ് സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ നമ്മുടെ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ കുറേ ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ ഓണായി വരും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുക. അതിനായിട്ട് നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക. ഇനി ആപ്സിൽ പോവുക. ആപ്സിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് ആപ്സിലും എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർക്കുള്ളിൽ കൂടെയും പോയി നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതെല്ലാം ഓണായിരുന്നു. ഞാനിതെല്ലാം ഓഫ് ചെയ്ത് ഞാൻ ഈ കോർട്ടാന മാത്രം ഓൺ ചെയ്തിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കോർട്ടാന ഒരു വെർച്വൽ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഓൺ ആക്കിയിട്ടേക്കുന്നത്. ബാക്കി എന്നിട്ട് ഞാൻ എല്ലാം ഓഫ് ചെയ്തു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓഫ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് ഈ റിയൽ ടെക് ഓഡിയോ മാനേജറോ അല്ലെങ്കിൽ ഈ റിയൽ ടെക്കിൻ്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ എന്തെങ്കിലും, അതായത് സൗണ്ടിൻ്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തു. അതായത് നിങ്ങളിത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മൂവി എന്തെങ്കിലും കാണുമ്പോൾ ഓൺ ആക്കിയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ശബ്ദമില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതിയാവും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അതെല്ലാം ഓഫ് ചെയ്തു. സോ നമുക്കിനി തിരിച്ചു പോകാം. ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സെറ്റിങ്സ്. അത് കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറയുന്നത് ടേൺ ഓഫ് അൺവാണ്ടഡ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ആണ്. അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്ലിക്കേഷൻസ് ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളായിപ്പോൾ അതിനെല്ലാം, അതായത് അങ്ങനെ ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും നമ്മളിപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം വെച്ചാൽ അതെല്ലാം കുറേ കിടന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കൂടെ പ്രൊസസ്സർ വെറുതെ കിടന്ന് വർക്ക് ചെയ്യേണ്ടി വരും. സോ നമ്മൾ അതെല്ലാം ഓഫ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് സെറ്റിങ്സിലേക്ക് തന്നെ സെറ്റിങ്സിലേക്ക് തന്നെ പോയിട്ട് സെറ്റിങ്സിനുള്ളിൽ പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവസി ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. പ്രൈവസി ഓപ്ഷനുള്ളിൽ കുറച്ച് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കണിലേക്ക് പോവുക. ഐക്കണിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ആപ്സ് റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഞാനതൊന്ന് ഓഫ് ചെയ്യും. അത് ശരിക്കും നിങ്ങൾക്ക് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓഫ് ചെയ്തിട്ടുകൊണ്ടൊന്നും സംഭവിക്കില്ല. കാര്യം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം സ്ലോ ആകും. പക്ഷേ വേറൊരു ഗുണം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കും. കാര്യം ചിലപ്പോൾ ചില സൈറ്റുകളിൽ കയറി നമ്മൾ നിൽക്കുമ്പോൾ അതിനകത്തിൽ അടുത്ത എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓഫ് ചെയ്തിടുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റ് നമുക്ക് ലഭ്യമാകാതെ വരും. പക്ഷേ നമ്മൾ ജസ്റ്റ് വീണ്ടും നമ്മൾ അതിൽ കയറിയിട്ട് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അത്ര മാത്രമുള്ള പ്രശ്നമുള്ളൂ. ഇത്ര നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തത് ടേൺ ഓഫ് ആക്ടിവിറ്റി ഹിസ്റ്ററി ഇഫ് ഇറ്റ്സ് അൺനെസസറി. ഇതാണ് ആക്ടിവിറ്റി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാവശ്യമില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറേ ഇതിൻ്റെ ലിങ്കുകളെല്ലാം വെറുതെ നമ്മുടെ സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലർക്ക് ആവശ്യമുള്ളവർ അത് കീപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റോർ മൈ ആക്ടിവിറ്റി ഹിസ്റ്ററി ഓൺ ദിസ് ഡിവൈസും ഉണ്ടാകും. സെൻഡ് മൈ ആക്ടിവിറ്റി ഹിസ്റ്ററി ടു മൈക്രോസോഫ്റ്റ് ഉണ്ടാകും. ഇത് രണ്ടും ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആക്ടിവിറ്റി ഹിസ്റ്ററി നിങ്ങളുടെ ഒരു മെയിൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് സേവ് ആകുന്നുണ്ടാവും. അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഞാൻ ഇത്ര ഓഫ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നിങ്ങളുടെ മെയിൽ ലാസ്റ്റ് നിങ്ങളുടെ ഹിസ്റ്ററി ഉണ്ടാകും. ആ ഹിസ്റ്ററിയും ക്ലീൻ ചെയ്ത്
വിടുക. അപ്പോൾ അത്രയും കഴിയുമ്പോഴത്തേക്ക് അവർ തീർന്നു. സോ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ യൂസ് എ CC ക്ലീനർ. നമുക്ക് എന്താണ് CC ക്ലീനർ മീൻസ്? ഇതെന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ രജിസ്ട്രി, പിന്നെ അതുപോലെ തന്നെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് നോക്കാം ഗൈസ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ട് തരത്തിലാണ് ഇത് വരുന്നത്. പ്രീമിയം ഉണ്ട്, ഇത് ഹോം യൂസിനുള്ളതുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹോം യൂസിനുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് ഗൈസ് CC ക്ലീനർ. നിങ്ങൾ ഈ CC ക്ലീനർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിനകത്ത് ഈ നെക്സ്റ്റ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് സ്കിപ്പ് ടു സ്റ്റാർട്ട് ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രൈവസി 182 ട്രാക്കേഴ്സ് ടു റിമൂവ്, അങ്ങനെ പിന്നെ കുറച്ച് ജങ്ക് ഫയൽസ്. പിന്നെ നിങ്ങൾക്ക് സീറോ സ്റ്റാർട്ടപ്പ് ആപ്സ് ടു ഡിസേബിൾ എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ട്. അത് നിങ്ങൾക്ക് പ്രോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ കൊടുത്തു ഞാൻ. സോ നമ്മുടെ സിസ്റ്റത്തെ പാച്ചിങ് അപ്പ് ചെയ്ത് അതിൻ്റെ കുറേ ഈ ട്രാക്കേഴ്സ് ഉണ്ടാകുന്നത്, അതായത് നിങ്ങൾ കുക്കീസ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓരോ സൈറ്റിൽ കയറുമ്പോൾ ഒരു ചെറിയ പോപ്പപ്പ് മെനു വരും, അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാകും. സോ അതെല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്കിനി ബാക്ക് തിരിച്ചു വരാം. പിന്നെ അടുത്തത് പറഞ്ഞാൽ കസ്റ്റം ക്ലീൻ ആണ്. ഈ കസ്റ്റം ക്ലീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അതായത് ഏതൊക്കെ ബ്രൗസറുകളുണ്ടോ ആ ബ്രൗസറുകളുടെ എല്ലാം ക്ലീൻ കുക്കീസ് ഇങ്ങനെയുള്ള ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പഴയ പേജസ്, ഹിസ്റ്ററികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നതാണ്. സോ ഞാൻ റൺ ചെയ്യുകയാണ്, റൺ ക്ലീനർ ഇടുകയാണ്. അനലൈസ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ റൺ ക്ലീനർ കൊടുത്ത് വിട്ടു പോവുകയാണ്. ഓക്കെ ഗൈസ്, ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ രജിസ്ട്രി എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ രജിസ്ട്രിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്. സോ നമ്മൾ സ്കാൻ ഫോർ ഇഷ്യൂസ് കൊടുക്കുക കേട്ടോ. അത് കൊടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ രജിസ്ട്രിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കും. സോ ഗൈസ്, എനിക്കിപ്പം വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഫയൽസ് ഇങ്ങനെ വരും. അപ്പോൾ എന്നിട്ട് അത് ഫിക്സ് സെലക്ഷൻ, അത് സ്കാനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ദെൻ നിങ്ങളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളത് കഴിയുമ്പോൾ ഫിക്സ് സെലക്ടഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാകും, ഈ ഓപ്ഷൻ. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഈ രജിസ്ട്രി ഫയൽസ് നിങ്ങൾക്ക് എവിടെ നിന്ന് സേവ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. കാര്യം എന്തെങ്കിലും രജിസ്ട്രി അതൊന്ന് ഡിലീറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടാവും, ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളത് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയുക, ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. കാര്യം നിങ്ങളത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് പോയാലും കുഴപ്പമില്ല. എന്നിട്ട് ഫുൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ദെൻ അത് കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്ത് പോവുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഏകദേശം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റം കുറച്ച് സ്പീഡ് ആകുന്നതാണ്. ഇത്രയും ചെയ്തിട്ടും നിങ്ങളുടെ സിസ്റ്റം സ്പീഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അതെന്തോ മാരകമായ എന്തോ പ്രശ്നമുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇനിയും ബാക്കിയുള്ള ബാലൻസ് ഉള്ള ആകെ 2 ഓപ്ഷനും കൂടെയാണ് നമുക്കിനി ബാലൻസ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലപ്പോഴും നമ്മൾ കിട്ടുന്ന സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്ത് നമ്മൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യാറുണ്ട്. ഫോർമാറ്റ് ചെയ്ത് നമ്മുടെ ഉണ്ടായിരുന്ന സാധനം എല്ലാം പോയി, നമ്മൾ ഒറിജിനൽ വിൻഡോസും പോയി, കുറച്ച് ക്രാക്ഡ് പൈറേറ്റഡ് കോപ്പിയും കിട്ടി. അതുകൊണ്ടും പിന്നെ കുറേ നാൾ നടന്ന് പിന്നെ ഒരു അപ്ഡേഷനും കിട്ടാതെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ പിന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സിസ്റ്റത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതായത് നിങ്ങളുടെ സിസ്റ്റം സ്ലോ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് റീസെറ്റ് ദിസ് PC എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എന്താണെന്നുള്ളതും, അതുപോലെ ഫ്രഷ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷനുള്ളത്. അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് പോവുക. അപ്ഡേറ്റ് ആൻഡ് സെക്യൂരിറ്റിയിൽ റിക്കവറി എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. അതിനകത്ത് റീസെറ്റ് ദിസ് PC, ഈ റീസെറ്റ് ദിസ് PC കൊടുത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇത് വരും. നിങ്ങൾക്ക് ഇതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മൈക്രോസോഫ്റ്റിൻ്റെ ചില എല്ലാ ആപ്ലിക്കേഷനും നഷ്ടപ്പെടില്ല, ചില ആപ്ലിക്കേഷൻ നഷ്ടം. അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നതോ അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതോ ആയവ, അല്ലാതെ വിൻഡോസിൻ്റെ കൂടെ വരുന്ന ഒരു ആപ്ലിക്കേഷൻസും ഇതിൻ്റെ കൂടെ പോകില്ല. നിങ്ങൾ എന്തെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആൻറ്റിവൈറസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസുകൾ നിങ്ങൾക്ക് പോകാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈസൻസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഓഫീസ് 365 എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കീ ഉണ്ടാകും, അതാണ്. അപ്പോൾ ആ കീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ 365 മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കീ കിട്ടും. ആ കീ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് രണ്ടാമത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാ ഇതിൻ്റെയും ഇതുപോലെ എന്തെങ്കിലും നമ്മൾ മേടിച്ച സോഫ്റ്റ്വെയറുകളുടെ CD ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ കീ ഉണ്ടാകും. സോ നിങ്ങൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. പിന്നെ അപ്പോൾ നിങ്ങൾക്കിത് ഈ റീസെറ്റ് ദിസ് PC കൊടുത്ത് പോകാനാണ്. ഇത് ഞാൻ പറഞ്ഞതാണ്.
അതായത് ഈ റീസെറ്റ് ദിസ് പി സി എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്തിലും കുറച്ചുകൂടെ എന്താ പറയുക, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഇവർ തന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വിൻഡോസിനെ എടുത്ത് അവരൊന്ന് കളഞ്ഞിട്ട് വേറെ നല്ല വിൻഡോസ്, അതായത് ക്ലീൻ ഇൻസ്റ്റലേഷൻ, എല്ലാ വിൻഡോസിൻ്റെ എല്ലാ ഡീഫോൾട്ട് സെറ്റിങ്സോട് കൂടിയ ഒരു പുതിയ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് തരും അവർ. സോ ഇതിന് നമ്മൾ കാശൊന്നും കൊടുക്കേണ്ട, കുറച്ച് നെറ്റ് മാത്രം മതി. 2-3 GB നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഗെറ്റ് സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് കീപ്പ് ചെയ്യണോ അല്ലോ കളയണോ എന്ന് ചോദിക്കും. സോ ഞാനത് കീപ്പ് മൈ ഫയൽസ് കൊടുത്ത് പോവാം. ദെൻ ഇങ്ങനെ ഒരു ഗെറ്റിംഗ് തിങ്സ് റെഡി എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇത് കറങ്ങും. അതിനുശേഷം നിങ്ങളുടെ ക്ലൗഡ് ഡൗൺലോഡ് ഉണ്ട്, ലോക്കൽ ഡൗൺലോഡ് ഉണ്ട്, റീഇൻസ്റ്റാൾ വിൻഡോസ് ഫ്രം ദിസ് ഡിവൈസ്, അതായത് ഇതിനകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് റീഇൻസ്റ്റാൾ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലൗഡ് ഡൗൺലോഡ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 3-4 GB ഡാറ്റ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 4 GB ഡാറ്റ ഉണ്ടാവുന്നത്. സോ നമ്മൾ ക്ലൗഡിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഈ ഡിവൈസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇതിനകത്ത് നിന്ന് ക്ലൗഡ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിംഗ്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് സെറ്റിംഗ്സ്, റീസ്റ്റോർ ആപ്സ് ആൻഡ് സെറ്റിംഗ്സ് ദാറ്റ് കംസ് വിത്ത് ദിസ് പി സി ആൻഡ് ഡൗൺലോഡ് ആൻഡ് റീഇൻസ്റ്റാൾ വിൻഡോസ്. സോ ചേഞ്ച് വേണമെങ്കിൽ എനിക്ക് സെറ്റിംഗ്സ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് റീസ്റ്റോർ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ്, പിന്നെ ഡൗൺലോഡ് വിൻഡോസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ചോദിക്കും. സോ ഞാനിതിൽ രണ്ടും ഏസ് ഇട്ടിട്ട് നമ്മളിത് പോകുമ്പോൾ നമുക്ക് ഈ ആപ്സ് എല്ലാം റീസ്റ്റോർ ആകും. അതായത് ഇതിൻ്റെ കൂടെ തന്നെ വന്ന എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇതിനകത്ത് ചെയ്യാനും പറ്റും. ഇനി ഇതല്ല, ഇതെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ എടുത്ത് കളയാം. ഇത് എടുത്ത് കളഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. എടുത്ത് കളയാതിരുന്നാൽ, അതായത് ഒരു 50-50 ചാൻസസ് പോലെയാണ്. ഇത് നിങ്ങൾ കളയാതെ റീസ്റ്റോർ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് പറയുന്നത് കളഞ്ഞാൽ, ഫുള്ളായിട്ട് കളഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതായത് നിങ്ങളത് കീപ്പ് ചെയ്താൽ കുറച്ച് എഫക്റ്റീവ് കുറവായിരിക്കും, എന്നാലും എഫക്റ്റീവ് ഉണ്ടാകും, കുറച്ച് എഫക്റ്റീവ് കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ അത് കഴിഞ്ഞ് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. ഇനി നിങ്ങൾക്ക് കാണാം ഗെറ്റിംഗ് തിങ്സ് റെഡി എന്ന് പറഞ്ഞു വരുന്നത്, അതായത് ഇത് കുറച്ച് സമയം എടുക്കും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് OS ഡൗൺലോഡ് ചെയ്യും. OS ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാൾ ആയിട്ട് റീസ്റ്റാർട്ട് ആയി വരും. കുറച്ച് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആപ്സ് കളഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മാനുഫാക്ചർ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ ആപ്സ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതായത് ഇപ്പോൾ ലെനോവോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മാനുഫാക്ചർ സൈറ്റിൽ ചെല്ലാണ്ട് എല്ലാ ആപ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഈ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ ഏസറിൻ്റെ ആണെങ്കിൽ എല്ലാത്തിൻ്റെ ഇപ്പം അവരവരുടെ മാനുഫാക്ചർ സൈറ്റിൽ ചെന്ന് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ഫ്രഷ് റീസ്റ്റാർട്ട് എന്ന് പറയുന്നതാണ്. പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്രഷ് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ 1909 എന്ന് പറയുന്ന വിൻഡോസ് പ്രോയുടെ വേർഷന് പിറകിലേക്കുള്ള വേർഷനുകളിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ. പുതിയ OSകളിലൊന്നുമില്ല. ഇപ്പം 2004 എന്ന് പറയുന്നൊരു വേർഷൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ ഈ ഒരു തൊട്ടടുത്ത സമയത്ത് ഇപ്പം വന്നിട്ടുണ്ട്, ഒറിജിനൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം 20H2 എന്ന് പറയുന്ന ഡെവലപ്പർ പ്രിവ്യൂ ആണ്. ഇത് ഏറ്റവും പുതിയൊരു OSൻ്റെ വേർഷനാണ് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഈ സിസ്റ്റത്തിൽ ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിക്കാതെ ഇപ്പം അവരത് റിമൂവ് ചെയ്തു. അവരുടെ അതായത് മൈക്രോസോഫ്റ്റിൻ്റെ പേജിലും അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് അവരുടെ ആ ഒരു ഓപ്ഷൻ അവർ റിമൂവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ കാണിക്കാതെ നിങ്ങൾക്ക് എന്താണെന്ന് കാണിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വിൻഡോസ് സെക്യൂരിറ്റിയിലേക്ക് പോവുക. വിൻഡോസ് സെക്യൂരിറ്റിയിൽ ചെന്നതിന് ശേഷം അതിനുള്ളിൽ ഡിവൈസ് പെർഫോമൻസ് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിനകത്തിൽ ഫ്രഷ് റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പഴയ ആ ഒരു വിൻഡോസ് ആണ്, അതായത് 1909 എന്ന് പറയുന്ന വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ആ വിൻഡോസിൻ്റെ സെറ്റിങ്സിൽ പോകുന്നത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണും. ഇത് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലീൻ ഇൻസ്റ്റലേഷൻ ആയിരിക്കും. ആപ്സ് വേണ്ടാത്ത ആപ്സ് എല്ലാം പോകും. അങ്ങനെ കുറേ വേണ്ടാത്ത ആപ്സ് പോകും. നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് എല്ലാം കീപ്പ് ചെയ്യും. അതായത് റീസെറ്റ് ദീസ് PC എന്ന് പറയുന്ന ഓപ്ഷൻ വിൻഡോസിൻ്റെ 1909 എന്ന വേർഷനും അതിൻ്റെ പിറകിലേക്കുള്ള വേർഷനുകളിലും ഉള്ള റീസെറ്റ് ദീസ് PCയെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ ഗൈസ്, അങ്ങനെയുള്ള സിസ്റ്റത്തിലുള്ള ഇത് ഉപയോഗിക്കുക. അതിനുശേഷം 2004 അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 20H2 എന്ന് പറയുന്ന OS അതിൻ്റെ വേർഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ഫ്രഷ് സ്റ്റാർട്ടിൻ്റെ കാണില്ല.
കാര്യം അത് നോക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്സ് നിങ്ങൾക്ക് 1909 എന്ന് പറയുന്ന വേർഷനും അതിൻ്റെ പിറകിലേക്കുള്ള വേർഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഗായ്സ്, ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം, അതായത് ഈ ലാസ്റ്റ് ഫ്രഷ് റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ റീസെറ്റ് ദിസ് PC കൊടുത്ത് നിങ്ങളുടെ ക്ലീൻ ഇൻസ്റ്റലേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ PC ഫാസ്റ്റ് ആയിരിക്കും. തന്നെയല്ല, നിങ്ങളുടെ റീസെറ്റ് ദിസ് PC ഇല്ലെങ്കിൽ ഫ്രഷ് റീസ്റ്റാർട്ട് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ OS-ന് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് OS ഒറിജിനൽ OS തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പൈറേറ്റ് കോപ്പിയോ ഒന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ പോയിട്ട് ഈ കണ്ട കടല കൊടുത്ത് ഉമ്മാതെ കൊണ്ട് സിസ്റ്റത്തിൻ്റെ പൈറേറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ട് ഉള്ള കാലത്ത് മൊത്തം ഇതുകൊണ്ട് നടക്കുന്നില്ലേ. അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ ഒറിജിനൽ വിൻഡോസ് തന്നെ യൂസ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. ഇത്രയും ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്ത് നോക്കിയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം സ്പീഡാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളുടെ സിസ്റ്റം നല്ല പക്ക ഫാസ്റ്റായിട്ട് ഓടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം അത്രയും സപ്പോർട്ട് നമ്മുടെ വിൻഡോസ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ചിലർ, ഞാൻ പറഞ്ഞത്, വെറുതെ ഫോർമാറ്റ് ചെയ്ത് നമ്മുടെ ഡേറ്റാസ് നശിപ്പിച്ച് കളയേണ്ട ഒരു ആവശ്യമില്ല. സോ ഇതാണ് നല്ലൊരു മെത്തേഡാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും, അല്ല അതിന് മുന്നേ എന്തായിരുന്നു നമ്മൾ എല്ലാവരും പറയല്ല, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ടിങ് ടിങ് അതൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ, എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ 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 ബൈ.